അവൾ ഇത്ര ഭയങ്കരമാണെന്ന് തൊട്ടടുത്ത് താമസിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ലേ സാർ. കൂടുതൽ അന്വേഷിച്ചപ്പോ സത്യ പച്ചയായിട്ടുള്ള പരമാർത്ഥം. നാട് മുഴുവൻ അറിഞ്ഞ വാർത്തയാ. മോളിന്നാണെങ്കിൽ ഇരിക്കി പ്രതി തരുന്നില്ല. പേരിനാരെങ്കിലും പ്രതി ചേർത്താ പോരാ, അത് കറക്റ്റ് ആവണം. ജാനകി പ്രതിയാണല്ലോ സാർ. സംഘം ചേരൽ, ഗൂഢാലോചന എല്ലാം ഇവരുടെ വീട്ടിലാണല്ലോ. IPC 120B ഒന്ന് വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്താൽ എന്താ നടന്നതെന്ന് അറിയാലോ. എന്നാലും ഒരു സ്ത്രീയെ സാർ അത് എനിക്ക് വിട്. എനിക്കറിയാവുന്ന പോലെ അവരെ വേറെ ആർക്കും അറിയില്ലല്ലോ. എന്താ നടന്നതെന്ന് ഞാൻ ജാനകിയെ കൊണ്ട് മണി പോലെ പറയിപ്പിക്കാം. സാർ എനിക്ക് അനുവാദം തന്നാ മതി. സാർ എടി ഭയങ്കരി, അവൾ അങ്ങനെ പറഞ്ഞോ? ഒന്നുമില്ലേലും ഇങ്ങനെ പണിയെടുത്ത കാശ് കൊണ്ട് കുറച്ചു നാളെ തിന്നതല്ലേ അവളും അവളുടെ മക്കളും. അതെങ്കിലും അവൾ ഓർക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇങ്ങേരെന്ത് കുറ്റം ചെയ്തെന്നാ? പട്ടിണി കിടക്കുന്ന ഇവനൊക്കെ കുറച്ച് വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതി ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ അതായി കുറ്റം. ഇനി അത് പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കണ്ട. അവൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാൻ ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? എന്നാലും ഒരു പേടി സാറേ. സാറെങ്ങാനും ഇല്ലാത്തപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചാ? ആരെ വിളിപ്പിക്കാൻ? കേസിന്റെ ഗതി തിരിഞ്ഞില്ലേ. ഇപ്പൊ പാർട്ടിക്കാർക്കായാലും ഫെർണാണ്ടസ് മുതലാളിക്കായാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ മതിയെന്നായി. ആണോ? രാമൻ കുഞ്ഞിനും കണ്ടാൽ അറിയാവുന്ന ഒരു 3-4 പേർക്ക് ഒരു ചെറിയ പറ്റിയ കേസ് അത്ര ഇനി സംഭവിക്കാനുള്ളൂ. ഈ കണ്ടാൽ അറിയാവുന്നവര് ഞാൻ പെടുവോ? അതിന് തന്നെ ആരെങ്കിലും കണ്ടാൽ അറിയണ്ടെന്റെ കാണാരാ. അയ്യോ, എന്തിനാ സാറ് ചിരിച്ചത്? അമ്മാവ രാമൻകുഞ്ഞിന് പോടാ, നല്ല തെറിയല്ലേ. മൈൻഡ് ചെയ്യണ്ട, പോയേക്കാ. എന്താ ഇത്? ഇവിടെ എന്താ ഇത്? രാമൻകുഞ്ഞ് ദുരിതാശ്വാസ ഫണ്ട്. ദുരിതാശ്വാസ ഫണ്ട്? മരുന്ന് മേടിക്കാൻ പോലും ഗതിയില്ലെന്നാ കേട്ടത്. സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ ചത്തുപോകും. ചാവട്ടടാ, ചത്ത നിനക്കെന്താ ചെയ്തം? പാർട്ടിയെ വഞ്ചിച്ച ഇതായിരിക്കും ഗതി, അത് ആർക്കായാലും. ജാനകിയും കുട്ടികളും അവരുടെ കാര്യത്തിനെങ്കിലും ഇന്നത്തോടെ നിർത്തിക്കണം. പറഞ്ഞിട്ട് ചവിട്ടാ. മേലാൽ അവരെ സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും ഇറങ്ങി നിറഞ്ഞ അവരുടെ ഗതി തന്നെയായിരിക്കും എല്ലാവർക്കും. വർഗവഞ്ചവർക്കേ മാപ്പില്ല. തെണ്ടട്ടെ തള്ളി മക്കള്. പിന്നല്ലാതെ വാടേന്ദ്രപ്പ മനസ്സിലാക്കിയോ? അവന്റെ അമ്മയുടെ ഒരു പാർട്ടി, ആ പേരിലെങ്കിലും ഒന്ന് ജീവിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ലാത്ത ജന്തുക്കള്. ഇനി ജബാറിന്റെ ഇടയിലെ പറ്റുകൊടുക്കാൻ എന്ത് ചെയ്യും? കളയാത്. വ്യാജമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് യഥാർത്ഥ വസ്തുതയെ വളച്ചൊടിക്കാനാണ് മാന്യ പത്ര സുഹൃത്തുക്കൾ ശ്രമിക്കുന്നതെന്ന് വളരെ ഖേദപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ സംഭവിച്ചത് ഗ്രൂപ്പിസം അല്ല. മുഖ്യമന്ത്രി കയ്യേറ്റ ഭൂമി സന്ദർശിക്കുന്നതിന് തലേ ദിവസം ഉണ്ടായ ഒരു നിസ്സാര സംഭവത്തെ ഇത്രയേറെ ഊതിപ്പെരുപ്പിക്കാനും അത് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ് പരത്തിക്കാനും ശ്രമിച്ചത് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് പാർട്ടിയുടെ പക്ഷം. അതിലൊരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. രാമൻ കുഞ്ഞൊരു ഗ്രൂപ്പിന്റെ വക്താവല്ലെന്നാണോ? അല്ല സഹോദരി, അങ്ങനെ പറഞ്ഞ് പരത്തുന്നതാണ്. ഞങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്നത്. അപ്പൊ മുഖ്യമന്ത്രി തിരിച്ചുപോയതോ? മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചു. പക്ഷേ അദ്ദേഹത്തെ കാര്യങ്ങൾ തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയും. രാമൻകുഞ്ഞിനെ ഒറ്റപ്പെടുത്താനും സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നതായി കേട്ടല്ലോ. കേട്ടതല്ലേ ഉള്ളൂ, കണ്ടില്ലല്ലോ. കുറെ നാളായി രാമൻകുഞ്ഞ് പിന്തിരിപ്പ സ്വഭാവം കാണിക്കുന്നു. അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി. ദാരിദ്ര്യം മൂത്തപ്പോൾ മുതലാളി പറഞ്ഞത് അയാൾ കേട്ടിരിക്കും. മുതലാളിയുടെ സഹായത്തോടെ ഒരു പറ്റം ഗുണ്ടകളാണ് രാമൻകുഞ്ഞിന്റെ നേതൃത്വത്തിൽ പണിക്കിറങ്ങിയത്. അതിനെ തൊഴിലാളികൾ എതിർത്തു എന്നുള്ള നേരാണ്. അതിൽ ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കുമുണ്ട്. ജില്ലാ ഹോസ്പിറ്റൽ സന്ദർശിച്ചാൽ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ രാമൻകുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് ഏറ്റവർ കാലുവാരി. അവർ തന്നെയാണ് രാമൻകുഞ്ഞിനെ തല്ലിയതും അവശ നിലയിലാക്കിയതും. ഞങ്ങളുടെ മേൽ ചാരാലോ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നേരിടാനും പാർട്ടി തയ്യാറാണ്. സമരം ഇനി കൂടുതൽ ശക്തമാക്കാനാണോ പാർട്ടിയുടെ പരിപാടി? ഞങ്ങൾക്ക് സമരം തുടരണമെന്നോ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കണമെന്നോ ആഗ്രഹമൊന്നുമില്ല. മുതലാളിയുടെ ഭാഗത്തു നിന്നും തൊഴിലാളികൾക്ക് അനുകൂലമായ നീക്കുപോക്കുണ്ടായാൽ സമരം പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പാർട്ടിക്ക് മുഖം രക്ഷിച്ചേ പറ്റൂ, പിടിവാശി വേണ്ട. അല്ല, പത്രവാർത്ത സത്യമാണെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. സമരം തീർപ്പാക്കണമെന്ന് ഇച്ഛാനും ആഗ്രഹമുണ്ട്. അവനോട് പാമ്പറ. ജോബിയാണോ പാർട്ടി? 57 പാർട്ടി നടന്നാലേ കാലഹരണപ്പെട്ട് പോവുള്ളൂ. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട സുന്ദര. പിന്നല്ലാതെ. അതെ എന്നെ ഞാൻ പിന്നെ വിളിക്കാം. എന്നെ സഹായിക്കണം സർ, കുറച്ച് കാശ് തന്ന് എന്നെ സഹായിക്കണം സർ.
രാമേട്ടന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ. എന്റെ കയ്യിലൊന്നുമില്ല സർ. നീ അകത്തേക്ക് വാ. ഇത് 5000 രൂപയുണ്ട്. തിരിച്ചു തരില്ല എന്നുറപ്പിച്ചുകൊണ്ട് തന്നെ ഞാനത് നിനക്ക് തരും. പക്ഷേ എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം. ഈ ആപത്തിൽ നിന്നെ സഹായിക്കാൻ എനിക്കേ കഴിയൂ. കാശ് വെറുതെ ഉണ്ടാവുന്നല്ലോ. അത് നിനക്ക് വേണ്ടി ചെലവാക്കുമ്പോ ഞാനൊന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? നല്ലതുപോലെ വിശക്കുന്നേട്ടാ. ഒന്നുമില്ലാത്തോണ്ടല്ലേ മോളെ, കുറച്ച് വെള്ളം കൂടെ കുടിക്ക്, അപ്പൊ വിശപ്പ് മാറും. നാളെ ഉച്ചക്ക് സ്കൂളിൽ എന്താ രാജേഷ്? നിങ്ങൾ സ്കൂളിലേക്കാ? ആ, അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഇന്നലത്തെ മഴയത്ത് സ്കൂള് വീണു. ഇനി കുറച്ചു നാളത്തേക്ക് ക്ലാസ് ഉണ്ടാവില്ല. രമണിയേ. ഓ, എന്താ ഇത്തമ്മച്ചി? ഞാനൊന്ന് മോന്റെ പെണ്ണുവീട് വരെ പോവുക. നാളെ വരൂ. താക്കോല് നീ പിടിച്ചോ. രാവിലെ വർഗീസ് വരും, അപ്പൊ കൊടുത്താ മതി. ശരി. മരുമോടെ ഇടവകയിൽ പെരുന്നാളാ, ബിഷപ്പാ വരുന്നേ. ആ കുർബാന ഒന്ന് കൈക്കൊള്ളാതിരുന്നാൽ എങ്ങനാ? അത് കഴിയുമ്പോ രാത്രിയാകുന്നേ. നാളെ രാവിലെ അവരോടൊപ്പം ഒരുമിച്ച് ഇങ്ങ് പോരാ. ഓ. ആ പിന്നെ അടുക്കള വാതിലിന്റെ കുറ്റി അത്ര ശരിയല്ല. പുറത്തുനിന്ന് ആരെങ്കിലും വിചാരിച്ച തുറക്കാം. ഒരാശാരിയെ വിളിച്ചിട്ട് ആഴ്ച 1 ആയി. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാന്നേ. പഴയ കാലമൊന്നും അല്ലല്ലോ, വലുതായിട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നമ്മളെ സൂക്ഷിക്കണ്ടായോ? പിന്നെ എന്നാ ഞാൻ വരട്ടെ. ഓ. മോള് വെള്ളം കുടിക്കേ. എനിക്ക് വേണ്ട, എന്റെ അമ്മയടുത്ത് കൊണ്ടുപോ. സമയം കിട്ടുമ്പോ അമ്മ വരാന്ന് പറഞ്ഞതല്ലേ മോള്? എനിക്ക് അമ്മയെ കാണണം. മോൾ ഇങ്ങനെ വാശി പിടിച്ച ചേട്ടൻ എന്താ ചെയ്യാ? അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ഒത്തിരി ദൂരമുണ്ട്. ഇവിടെ കിടന്ന് ഞാൻ വിശന്ന് ചാവും. എന്നെ കൊണ്ടുപോയി ആക്ക്. മോള് വിഷമിക്കണ്ട, മോൾ കഴിക്കാനുള്ള ഭക്ഷണം നമുക്കൊരിടത്തുനിന്ന് കിട്ടും. എവിടുന്ന്? അതൊക്കെ ഉണ്ട്. വേണ്ട, എനിക്കറിയാം. എന്നെ കളിപ്പിക്കാൻ പറയുന്നതാ. അല്ല മോളു, പക്ഷേ നേരിട്ടുന്നവരെ കാത്തിരിക്കണം. ഇരുട്ടുന്നത് വരെയോ?